ബേനു ഖുറൈള എന്ന യഹൂദ ഗോത്രത്തിലെ മുഴുവൻ പുരുഷന്മാരെയും ഗുഹിരോമം വളർന്നത് നോക്കി കൊന്നുകളഞ്ഞു. അവരുടെ സ്ത്രീകളെ കുട്ടികളെ പിടിച്ചെടുത്തു. മക്കയിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ എന്ന തരത്തിൽ വ്യാജ ആരോപണം നടത്തുന്നുണ്ട്. അതിന് ഇവർ തെളിവായി പറയുന്നത് സുനിൽ ഇബ്നു മാജയിലെ 2541 ഹദീസ് ആണ്. ഇതുപോലെ ഹദീസുകളുടെ ഒരു കഷണം മാത്രം വായിച്ചിട്ടാണ് ഇക്കൂട്ടർ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. ഹദീസുകൾ എന്ന് പറയുന്നത് ചരിത്ര സംഭവമാണ്, അത് വഹിയാണ്. അതിന്റെ മുഴുവൻ ചിത്രം കിട്ടണമെങ്കിൽ ആ കാര്യത്തിൽ സംഭവിച്ച മുഴുവൻ ചരിത്ര രേഖയും പരിശോധിക്കണം. എന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഉദാഹരണത്തിന് അജ്മൽ കസബ് എന്ന് പറയുന്ന പാകിസ്ഥാനി മുസ്ലിം പയ്യനെ ഇന്ത്യൻ ഗവൺമെന്റ് തൂക്കിക്കൊന്നു എന്ന് പറഞ്ഞാൽ മാത്രം ശരിയാവുമോ? അതിന്റെ പിന്നിലെ കാരണം, ചരിത്ര വസ്തുത നമ്മൾ അന്വേഷിക്കണ്ടേ? ബനു ഖുറൈള എന്ന യഹൂദ ഗോത്രത്തിന്റെ നേരെ മുസ്ലിങ്ങൾ നടപടി എടുത്തതിന്റെ കാരണം നമുക്ക് പരിശോധിക്കാം. മക്കക്കാരുടെ പീഡനം സഹിക്കവയ്യാതെ മുഹമ്മദ് നബിയും മുസ്ലിങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. മദീനയിൽ ഔസ് ഖസ്റജ് എന്നീ പ്രബല അറബി ഗോത്രങ്ങൾ മുസ്ലിങ്ങളായി മാറിയിരുന്നു. മറ്റ് അറബ് ഗോത്രക്കാരും ജൂതരും മദീനയിലുണ്ടായിരുന്നു. ജൂതന്മാർ പ്രധാനമായും 3 ഗോത്രക്കാരായിരുന്നു: ബനു ഖുറൈള, ബനു കൈനുക, ബനു നദീർ എന്നിവർ. മുഹമ്മദ് നബി മദീനയിലെത്തിയ ശേഷം മദീനയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഗോത്രങ്ങളെയും ഒരുമിച്ചുകൂട്ടി മദീനയിൽ ഒരു രാജ്യം സ്ഥാപിച്ചു. യാതൊരു യുദ്ധവും കൂടാതെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട മുസ്ലിം രാഷ്ട്രം ആയിരുന്നു മദീന. മദീന ഭരണഘടന, മദീന കരാർ, മദീന ചാർട്ടർ എന്നൊക്കെ എഴുതപ്പെടുന്നു. ഈ ഭരണഘടന മദീനയിലെ മുസ്ലിങ്ങളും ജൂതന്മാരും മുശ്രിക്കുകളും എല്ലാവരും അംഗീകരിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പു നൽകി. 47 ഖണ്ഡികകൾ ഉള്ള വളരെ വിശദമായ ഒരു ഭരണഘടന. ഇതിന്റെ പൂർണ്ണരൂപം മദീന ഭരണഘടന എന്ന് വിക്കിപീഡിയയിൽ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ലിങ്ക് താഴെ കൊടുക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന എന്ന പേരിൽ വിക്കിപീഡിയയിൽ ഇംഗ്ലീഷ് ഭാഷയിലുമുണ്ട്. ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഭരണഘടനയുടെ ചുരുക്കമിതാണ്: ഓരോ വിഭാഗത്തിനും അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മദീനയിൽ ജീവിക്കാം. മദീനയിലെ ആരും പരസ്പരം യുദ്ധം ചെയ്യരുത്. ശത്രുക്കൾ മദീനയെ ആക്രമിക്കാൻ വന്നാൽ ശത്രുവിനെ സഹായിക്കരുത്. കരാർലംഘനമുണ്ടാവരുത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ 1947 ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഉള്ള സാഹചര്യങ്ങളുമായി വിലയിരുത്താം. നിരവധി നാട്ടുരാജ്യങ്ങൾ മാത്രമായിരുന്നല്ലോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അത്തരം നാട്ടുരാജ്യങ്ങൾ എല്ലാം ചേർന്ന ഒരു രാജ്യം രൂപീകരിക്കുന്നു, ഭരണഘടന ഉണ്ടാക്കുന്നു. ജാതിമത ഭാഷാ ഭേദമന്യേ എല്ലാ പൗരന്മാരും ഭരണഘടന അനുസരിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ശത്രുരാജ്യങ്ങൾ ഇന്ത്യ ആക്രമിക്കുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. സംസ്ഥാനങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും അവരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അങ്ങനെയിരിക്കെ മക്കയിലെ മുശ്രിക്കുകളും മദീനയിലെ മുസ്ലിങ്ങളുമായി 2 യുദ്ധങ്ങൾ നടന്നു. ഹിജ്റ 2-ാം വർഷം നടന്ന ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ഹിജ്റ 3-ാം വർഷം നടന്ന ഉഹ്ദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയം നേരിട്ടു. ഇതിനിടയിൽ കരാർ ലംഘനം നടത്തിയ ബനു കൈനുക ഗോത്രക്കാരെ ഹിജ്റ 2-ാം വർഷവും കരാർ ലംഘനങ്ങൾ നടത്തുകയും മുഹമ്മദ് നബിയെ ചതിച്ചു കൊല്ലാൻ നോക്കുകയും ചെയ്ത ബനു നദീർ ഗോത്രക്കാരെ ഹിജ്റ 3-ാം വർഷവും മദീനയിൽ നിന്ന് പുറത്താക്കിയ സംഭവവുമുണ്ടായി. ഈ 2 ജൂത ഗോത്രങ്ങളെയും വധിക്കുക ഉണ്ടായിട്ടില്ല. സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് നാടുവിട്ടു പോവാൻ സമ്മതിക്കുക മാത്രമാണ് ഉണ്ടായത്. ഈ 2 ഗോത്രക്കാരുടെയും കരാർലംഘനമുണ്ടായപ്പോൾ അവശേഷിക്കുന്ന ബനു ഖുറൈദ ഗോത്രക്കാരും ആയി നേരത്തെ ഉണ്ടാക്കിയ കരാർ പോലെ മറ്റൊരു കരാർ കൂടി മുസ്ലിങ്ങളുണ്ടാക്കി. കരാർ ലംഘിക്കരുത് എന്ന ഉറപ്പും വാങ്ങി. മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബനു കൈനുക ഗോത്രം മദീനയുടെ പ്രാന്തപ്രദേശമായ വാദിൽ ഖുറായിലും ബനു നദീർ ഗോത്രം ഖൈബറിലും താമസമാക്കി. ബനു നദീർ ഗോത്രം മദീനയിലെ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ കുടില ശ്രമങ്ങളാരംഭിച്ചു. ഇവരുടെ ഗോത്ര നേതാക്കന്മാർ മക്കയിൽ ചെല്ലുകയും മക്കയിലെ ഖുറൈശികളെയും ചുറ്റുമുള്ള മറ്റനേകം ഗോത്രങ്ങളെയും സമീപിക്കുകയും എല്ലാവരും ചേർന്ന് കൊണ്ട് ഒത്തൊരുമിച്ച് വലിയ സഖ്യ സൈന്യമുണ്ടാക്കി മദീനയിലെ മുസ്ലിങ്ങളെ ഒറ്റയടിക്ക് ഒരു വമ്പൻ സൈനിക നീക്കത്തിലൂടെ നിശേഷം വംശഹത്യ ചെയ്യാനുമുള്ള പദ്ധതിയുമുണ്ടാക്കി. അഹ്സാബ് അഥവാ സഖ്യകക്ഷികൾ, കൺഫെഡറേറ്റ്സ് എന്നായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത്. മക്കയിലെ ഖുറൈശികൾക്കു പുറമെ നജ്ലിലെയും മറ്റു ഇടങ്ങളിലെയും ബനു ഗഫാൻ, ബനി അസാദ്, ബനു സുലൈം, ബനു മുറ, ബനു ഷൂജ തുടങ്ങി ധാരാളം ഗോത്രവിഭാഗങ്ങളെ ഒരുമിച്ചുകൂട്ടി. 10,000-ത്തിലധികം ആളുകളുള്ള ഈ വമ്പൻ സഖ്യ സൈന്യം 3,000 ആളുകൾ മാത്രമുള്ള മദീനയിലെ മുസ്ലിങ്ങളെ നിശേഷം ഉന്മൂലനം ചെയ്യാൻ തീർച്ചയാക്കി. ബനു നദീർ ഗോത്രത്തലവൻ ഹുയയെ അടുത്തതായി മദീനയിലെ ബനു ഖുറൈദ ഗോത്രക്കാരുടെ കോട്ടയിലെത്തി. മദീനയിലെ മുസ്ലിങ്ങളും ആയുള്ള കരാറിൽ നിന്ന് പിന്മാറാനും സഖ്യ സൈന്യകക്ഷികളെ സഹായിക്കാനും ആവശ്യപ്പെട്ടു. ആദ്യം വിസമ്മതിച്ചെങ്കിലും ഹുയയിന്റെ പ്രേരണയ്ക്കു വഴങ്ങി അവർ മദീനയിലെ മുസ്ലിങ്ങളെ ചതിക്കാൻ തയ്യാറായി. സഖ്യസേന മദീനയിൽ എത്തുമ്പോൾ മുസ്ലിങ്ങളെ മദീനയുടെ ഉള്ളിൽ നിന്ന് ആക്രമിക്കുവാനും അങ്ങനെ ഒറ്റയടിക്ക് പുറത്തുനിന്നും അകത്തുനിന്നുള്ള ആക്രമണത്തിലൂടെ മുസ്ലിങ്ങളെ നശിപ്പിക്കാനും തീരുമാനിച്ചു. യുദ്ധനീക്കത്തെക്കുറിച്ച് അറിഞ്ഞ മുസ്ലിങ്ങൾ മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ. സഖ്യ സൈന്യത്തിന് മദീനയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഉന്മൂലനാശം മാത്രമായിരിക്കും ഫലം. മുഹമ്മദ് നബി പേർഷ്യൻ വംശജരായ
സൽമാനുൽ ഫാരിസി എന്ന സഹാബിയുടെ അഭിപ്രായ പ്രകാരം മദീനക്ക് ചുറ്റും കിടങ്ങ് കുഴിച്ചുകൊണ്ട് സഖ്യ സൈന്യത്തെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. അറബികൾ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധമുറയായിരുന്നു കിടങ്ങ് കുഴിച്ചുള്ള പ്രതിരോധം. ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കണമെന്ന കരാർ ലംഘിച്ചുകൊണ്ട് ജൂതന്മാർ ഉള്ളിൽ നിന്നും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ഒരുമ്പെട്ടു. മുസ്ലിങ്ങൾ കിടങ്ങിനു സമീപം യുദ്ധമുഖത്ത് ആയിരുന്നപ്പോൾ വീടുകളിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും പിന്നിൽ നിന്ന് ആക്രമിച്ചു വകവരുത്തുവാൻ ബനൂ ഖുറൈദ ജൂത ഗോത്രം ശ്രമിച്ചു. തക്കസമയത്ത് ഉണ്ടായ ഇടപെടലുകളിലൂടെ മുസ്ലിങ്ങൾക്കു ഇത് തടയാൻ സാധിച്ചു. മുസ്ലിങ്ങൾ തിരിച്ചെത്തി എന്ന് വിചാരിച്ച് ജൂതന്മാർ അവരുടെ കോട്ടയിലേക്ക് മടങ്ങിപ്പോയി. സഖ്യ സൈന്യം കിടങ്ങ് മറികടന്നു വരുമ്പോൾ അവരോടൊപ്പം ചേർന്ന് മുസ്ലിങ്ങളെ വകവരുത്താൻ പദ്ധതികൾ ഉണ്ടാക്കുകയും അതിനായി ഖുറൈശികളുമായി ദൂതന്മാർ മുഖേന ചർച്ചകൾ നടത്തുകയും ചെയ്തു. കൊടും ചതി, ഒരുതരത്തിലും മാപ്പർഹിക്കാത്ത രാജ്യദ്രോഹക്കുറ്റം. ബനൂ ഖുറൈദക്കാര് കരാര് ലംഘിക്കുകയും തങ്ങളുടെ കോട്ട തുറന്നു കൊടുക്കുകയും ചെയ്താല് ശത്രുക്കൾക്ക് നിഷ്പ്രയാസം മദീനക്കകത്തേക്ക് കടക്കാന് കഴിയും. പ്രവാചകന് പ്രതിനിധികളെ വിട്ട് ബനൂ ഖുറൈദക്കാരെ കരാറുകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചെങ്കിലും അവര് അത് പരിഹസിച്ചു തള്ളുകയാണ് ചെയ്തത്. മദീനയിലെ മൊത്തം സമ്പത്തിന്റെ 1/3 നൽകിക്കൊണ്ടുപോലും സന്ധി ചെയ്യാന് നബി സന്നദ്ധനായി. മുസ്ലിംകള് ദയനീയമായി തോൽക്കുമെന്നും അതുവഴി മദീന തങ്ങളുടേതായിത്തീരുമെന്നും കരുതിയ ബനൂ ഖുറൈദക്കാര് ഒരു സന്ധിനിർദ്ദേശത്തിനും വഴങ്ങിയില്ല. എന്നാൽ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 27 ദിവസത്തോളം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സഖ്യ സൈന്യത്തിന് കിടങ്ങു മുറിച്ചുകടന്ന മദീനയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വെറും അമ്പെയ്ത്ത് യുദ്ധം മാത്രമാണ് നടന്നത്. ശത്രുപക്ഷത്തുനിന്ന് 10 ആളുകളും മുസ്ലിം പക്ഷത്തുനിന്ന് 4 ആളുകൾക്കും മാത്രമാണ് പരിക്കോ മരണമോ ഉണ്ടായത്. ആഞ്ഞു വീശിയ കൊടുങ്കാറ്റിലും ശീതക്കാറ്റിലും പെട്ട് സഖ്യ സൈന്യം അവസാനം ഗത്യന്തരമില്ലാതെ പിന്തിരിഞ്ഞു പോകുകയാണുണ്ടായത്. ബനൂ ഖുറൈദക്കാരുടെ വഞ്ചന പരാജയപ്പെട്ടു. യുദ്ധം കഴിഞ്ഞപ്പോൾ ബനൂ ഖുറൈദക്കാരെ ശക്തമായ പാഠം പഠിപ്പിച്ചില്ലെങ്കിലും മുസ്ലിംകളുടെ നിലനിൽപ്പുതന്നെ ഭീഷണിയിലാവുമെന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് നബി അവരുടെ കോട്ട ഉപരോധിച്ചു. 1 മാസത്തോളം നീണ്ട ഉപരോധത്തിനൊടുവിൽ തങ്ങളുടെ സഖ്യഗോത്രമായ ഔസിന്റെ തലവനായ സാദ് ബനു മുആദിന്റെ വിധി അംഗീകരിക്കാമെന്ന വ്യവസ്ഥയിൽ അവര് കീഴടങ്ങി. മദീനയിലെത്തിയ ഉടനെ ജൂദ്ഗോത്രങ്ങളുമായുണ്ടാക്കിയ കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ തോറയിലെ നിയമം നടപ്പാക്കാനാണ് സാദ് ബനു മുആദ് ആവശ്യപ്പെട്ടത്. ഇത്തരം ഘട്ടങ്ങളിൽ എന്തു നിലപാട് സ്വീകരിക്കണമെന്ന തോറയുടെ കൽപ്പന ഇങ്ങനെയാണ്: യുദ്ധത്തിനായി നിങ്ങൾ ഒരു നഗരത്തെ സമീപിക്കുമ്പോൾ സമാധാന സന്ധിക്കുള്ള അവസരം നൽകണം. അവര് സമാധാന സന്ധിക്കു തയ്യാറാവുകയും കവാടങ്ങൾ തുറന്നുതരുകയും ചെയ്താല് നഗരവാസികള് അടിമകളായി നിന്നെ സേവിക്കട്ടെ. എന്നാൽ ആ നഗരം സന്ധി ചെയ്യാതെ നിനക്കെതിരെ യുദ്ധം ചെയ്താല് നീ അതിനെ വളഞ്ഞു ആക്രമിക്കണം. നിന്റെ ദൈവമായ കർത്താവ് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെയെല്ലാം വാളിനിരയാക്കണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള മറ്റെല്ലാ സാധനങ്ങളോടുമൊപ്പം കൊള്ളവസ്തുക്കളായി എടുത്തുകൊള്ളുക. നിന്റെ ദൈവമായ കർത്താവ് നിനക്കു തരുന്ന ശത്രുക്കളുടെ വസ്തുവകകളെല്ലാം അനുഭവിച്ചുകൊള്ളുക. ആവർത്തനം 20:10 മുതൽ 14 വരെ. ജൂതരുടെ സ്വന്തം വേദഗ്രന്ഥമായ തോറയിലെ അഥവാ ബൈബിൾ പഴയ നിയമത്തിലെ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയായവരെയെല്ലാം വധിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരായി പിടിക്കുകയും ചെയ്യാൻ സാദ് ബിനു മുആദ് വിധിച്ചു. പ്രായപൂർത്തിയായ പുരുഷന്മാരെ തിരിച്ചറിയുന്നതിനു വേണ്ടിയുള്ള പരിശോധനയാണ് ചോദ്യകർത്താവ് ചോദ്യത്തിൽ പറഞ്ഞ സംഭവം. പിടികൂടിയ ആളുകളിൽ ചിലരെ കുട്ടികളാണോ പ്രായപൂർത്തി ആയവരാണോ എന്ന് സംശയം ഉള്ള ആളുകളെ തിരിച്ചറിയാനായി അവരുടെ ഗുഹ്യഭാഗങ്ങളിൽ രോമം വളർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്തത്. പഴയകാലത്തെ യുദ്ധരീതികളിൽ അപ്രകാരമാണ് പ്രായപൂർത്തി നിശ്ചയിച്ചിരുന്നത്. അല്ലാതെ അന്നത്തെ ആളുകൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലാത്ത അജ്മൽ കസബിന്റെ പ്രായപൂർത്തി നിശ്ചയിക്കാൻ കോടതി നിർദ്ദേശപ്രകാരം ഫോറൻസിക് എക്സ്റേ പരിശോധനകൾ നടത്തിയത് ഓർക്കുമല്ലോ. ഇത്തരത്തിലുള്ള പരിശോധനകളൊന്നും അന്ന് കാലത്ത് ഇല്ലല്ലോ. അന്ന് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഇങ്ങനെയുള്ള പരിശോധനകൾ മാത്രമാണ്. ബനൂ ഖുറൈദക്കാർ ചെയ്ത ചതിയുടെ ഗൗരവം മനസ്സിലാക്കാനായി ഒരുദാഹരണം പറയാം. ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങൾ എല്ലാവരും കൂടി ഒരു വലിയ സഖ്യ സൈന്യമുണ്ടാക്കി ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങി എന്ന് കരുതുക. യുദ്ധസന്ദർഭത്തിൽ ഇന്ത്യയിൽ ഉള്ള ഒരു വിഭാഗം ആളുകൾ ശത്രു രാജ്യങ്ങളുമായി ഗൂഢാലോചന നടത്തുകയും ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കാർക്കെതിരെ യുദ്ധം ചെയ്യുകയും ശത്രുവിനെ സഹായിക്കുകയും ചെയ്യുന്നു എന്നും കരുതുക. എത്ര കടുത്ത രാജ്യദ്രോഹ കുറ്റമാണത്! അത്തരം ചതിയന്മാർ വധശിക്ഷയിൽ കുറഞ്ഞ യാതൊന്നും അർഹിക്കുന്നില്ല. ഇനി ബനൂ ഖുറൈള ഗോത്രത്തിലെ പ്രായപൂർത്തിയായ പുരുഷന്മാരെ വധിച്ച സംഭവത്തിൽ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ താഴെപ്പറയുന്നവയാണ്. 1. ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത രാജ്യദ്രോഹക്കുറ്റം ചെയ്തത് കൊണ്ടാണ് ഇവർക്ക് വധശിക്ഷ ലഭിച്ചത്. 2. വധശിക്ഷ വിധിച്ചത് ജൂതന്മാർ തന്നെ നിശ്ചയിച്ച ജഡ്ജിയായ സാദ് ബനു മുആദ് എന്ന ഔസ് ഗോത്ര തലവനാണ്, അല്ലാതെ മുഹമ്മദ് നബി അല്ല. ഔസ് ഗോത്രവും ബനൂ ഖുറൈള ഗോത്രവും വളരെ കാലങ്ങൾ ആയുള്ള സഖ്യകക്ഷികളായിരുന്നു. 3. മരണശിക്ഷ വിധിച്ചത് ഇരുകൂട്ടരും മുമ്പ് നിശ്ചയിച്ച ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ജൂതന്മാരുടെ വേദഗ്രന്ഥമായ തൗറാത്ത് അഥവാ ബൈബിൾ പഴയ നിയമത്തിലെ നിയമമനുസരിച്ചാണ്. അല്ലാതെ ഖുർആൻ നിയമമോ മുഹമ്മദ് നബിയുടെ നിയമമോ അനുസരിച്ചല്ല.
അഥവാ ഈ വധശിക്ഷയിൽ മുഹമ്മദ് നബിയേക്കാൾ പങ്ക് ഉള്ളത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ദൈവമായ കർത്താവ് യഹോവയ്ക്കാണ്. യേശു തന്നെയാണ് യഹോവ, യഹോവ തന്നെയാണ് യേശു എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ഈ കൊലയിൽ മുഹമ്മദ് നബിയേക്കാൾ പങ്കു യേശുവിനുണ്ട് എന്നും പറയേണ്ടിവരും. കാരണം യഹോവയുടെ നിയമമാണ് നടപ്പിലാക്കിയത്. സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കിയാൽ ബനൂഖുറൈള സംഭവത്തിൽ യാതൊരു അന്യായവും നടന്നിട്ടില്ല എന്ന് വ്യക്തമാകും. സ്ത്രീകളെയും കുട്ടികളെയും വധിച്ചിട്ടില്ല. യുദ്ധം ചെയ്യാൻ പ്രാപ്തരായ പുരുഷന്മാരായ പോരാളികളെ മാത്രമാണ് വധിച്ചത്. പ്രായപൂർത്തി ആയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാൻ അന്നത്തെ കാലത്ത് ലഭ്യമായ പരിശോധനാ രീതി അവലംബിക്കുക മാത്രമാണ് ചെയ്തത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലത്ത് പുരുഷന്മാരുടെ പ്രായപൂർത്തി നിശ്ചയിക്കാൻ ഇതല്ലാതെ മറ്റു പരിശോധനാരീതികൾ വല്ലതും വിമർശകരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കാവുന്നതാണ്. അവർക്ക് എക്സ്റേ എടുത്തു നോക്കി ഫോറൻസിക് വിദഗ്ധരുടെ അഭിപ്രായം തേടി കൂടായിരുന്നോ എന്നൊന്നും പറയില്ല നിങ്ങൾ എന്ന് കരുതുന്നു.